അങ്ങനെ നമ്മുടെ മഞ്ഞക്കുറ്റി ഔട്ടായി. വളരെ വലിയ സന്തോഷത്തിലാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും കേരളത്തിൻ്റെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ആഘോഷ ദിനമാണ്. ശരിക്കു പറഞ്ഞാൽ കേരയിൽ വരുന്നതിനോ അല്ലെങ്കിൽ വലിയ കോറിഡോറുകൾ വരുന്നതിനോ സിൽവർ പദ്ധതി വരുന്നതിനോ ഇനി ഗോൾഡൻ പദ്ധതി വരുന്നതിനോ ഒന്നും പരിസ്ഥിതി പ്രവർത്തകരൊന്നും എതിരൊന്നുമല്ല. പക്ഷെ ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തൊരു പദ്ധതി വരുമ്പോൾ മിനിമം ഗ്യാരണ്ടി വേണ്ടേ? നമുക്ക് ഒരു മിനിമം ഗ്യാരണ്ടി വേണമല്ലോ ഒരു വിഷയത്തിൽ. പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഇന്നത് ഉണ്ടാകും എന്ന് വഴിയെ പോകുന്നവരല്ല പറഞ്ഞത്. കേരളത്തിൽ വർഷങ്ങളായി സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, പരിസ്ഥിതി രംഗത്ത് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രൊഫഷണലുകളും അക്കാഡമിക് പണ്ഡിതന്മാരും ടെക്നോക്രാറ്റുകളുമൊക്കെയാണ് പറഞ്ഞത് കേരയിൽ പദ്ധതിയിൽ ഇന്ന ആശങ്കകളുണ്ടെന്ന്. എത്ര മഹത്തായ വ്യക്തിത്വങ്ങളാണ് പറഞ്ഞത്. ഞാനൊക്കെ എത്ര യോഗത്തിലാണ് പങ്കെടുത്തത്, ഒരുപാട് സ്ഥലങ്ങളിലാണ്. കാരണം അതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. കേരളത്തിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടേക്കാണ് 41 നദികൾ ഒഴുകുന്നത്. പിന്നെ 3 നദികൾ മാത്രമാണ് അങ്ങോട്ടേക്ക് മറ്റേ സൈഡിലേക്ക്, പശ്ചിമഘട്ടത്തിൻ്റെ തമിഴ്നാട് സൈഡിലേക്ക് ഒഴുകി അതും കടലിൽ തന്നെയാണ് പതിക്കുന്നത്. ബാക്കി 41 നദികളും ഒഴുകിയെത്തുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, അല്ല കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്, നദീതീരത്തിലേക്കാണ്, കടൽ തീരങ്ങളിലേക്കാണ്. അപ്പൊ ഇങ്ങനെ ഒഴുകി വരുന്ന നദികളെ കൃത്യമായി ക്രോസ് ചെയ്തുകൊണ്ട് തെക്ക് നിന്ന് വടക്കോട്ടേക്കാണ് നമ്മുടെ എല്ലാ വികസന പ്രവർത്തനവും. അത് റോഡാകട്ടെ, പാലങ്ങളാകട്ടെ, റെയിൽവേ ആകട്ടെ, എല്ലാം അങ്ങനെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് കാട്ടിലേക്ക് പോകും. നമ്മുടെ ഇപ്പം പടിഞ്ഞാറോട്ടേക്ക് നമ്മളല്ല, കിഴക്കോട്ട് വികസിച്ച് പോയാൽ പശ്ചിമോട്ട മലനിരകളിലേക്ക് ചെല്ലാനേ പറ്റുള്ളൂ. അത് തുറന്നേ അപ്പുറത്ത് പോകാൻ പറ്റും. അത് പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഭൂമിശാസ്ത്രപരമായ ഘടന അനുസരിച്ച് തെക്കുന്ന് വടക്കോട്ട് മാത്രമേ നമുക്ക് ഈ ട്രാഫിക് സംവിധാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. കളിയിക്കാവിള അല്ലെങ്കിൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ, കാസർഗോഡ് വരെ തെക്ക് നിന്ന് വടക്കോട്ടേ പറ്റുകയുള്ളൂ. പക്ഷെ ഒരു മിനിമം ഗ്യാരണ്ടി വേണ്ടേ നമുക്ക്? പരിസ്ഥിതി വേണം, ഇവിടെ ശുദ്ധവായു വേണം, വെള്ളം വേണം, മണ്ണ് വേണം, സസ്യസമ്പത്ത് വേണം, കായൽ സമ്പത്ത് വേണം, വെറ്റ്ലാൻഡ് വേണം, വയലുകൾ വേണം, നദികൾ വേണം. ഫ്ലഡ് എപ്പോഴും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നാടല്ല, അങ്ങനെ ആവരുത്, ഡ്രോട്ട് പ്രശ്നമാണ്. ഇതൊക്കെ പറഞ്ഞു കുറേ പരിസ്ഥിതി പ്രവർത്തകർ. എന്താണ് പഴയ മുഖ്യമന്ത്രി നമ്മളോട് പറഞ്ഞത്? വികസന വിദ്രോഹികളാണ് ഇവർ, ഇവന്മാരെ കയറ്റരുത്, ഒരു സ്ഥലത്ത് ഇവന്മാരെ കയറ്റരുത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ളവർ പഠിച്ചു, റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നില്ല, പേടിച്ചു പോയി. പിണറായിയെ പേടിച്ച് ആ റിപ്പോർട്ട് അവർ സീരിയസ് ആയിട്ട് പുറത്തു വിട്ടില്ല. പഠിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ പുറത്തു വിട്ടില്ല. അതിന് വേറെ ന്യായങ്ങൾ പറഞ്ഞു. പരിസ്ഥിതി സംഘടനകൾ കുറേ പേര് സമരം ചെയ്തു. ഒരുപാട് ആളുകളുടെ വീട്ടിൽ അവർ അനുവാദമില്ലാതെ അവർ രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസിനെയും കൊണ്ടുപോയി റവന്യൂ ഉദ്യോഗസ്ഥരും മറ്റുള്ള ഉദ്യോഗസ്ഥരും ആരുടെയും അനുവാദമില്ലാതെ മഞ്ഞക്കുറ്റി അങ്ങ് സ്ഥാപിച്ചു. അവരപ്പോഴാണ് അറിയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുക്കളയ്ക്കകത്തുകൂടെയാണ് ബാത്റൂം ഇടിച്ചുകൊണ്ട്, അടുക്കളയ്ക്കകത്തൂടെ കയറി ബാത്റൂമിനെ ഇടിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ഇടിച്ച് എൻ്റെ ബെഡ്റൂമിനകത്തൂടെയൊക്കെയാണ് ഈ റെയിൽ പോകുന്നത്. എനിക്കൊരു നോട്ടീസ് തന്നിട്ടില്ല. എനിക്ക് മീൻസ് ആളുകൾക്ക് ഒരു നോട്ടീസ് കൊടുത്തില്ല, അവരുടെ വാദം കേട്ടില്ല, ഹിയറിംഗ് നടത്തിയില്ല. അങ്ങ് എടുക്കുകയാണ് സ്ഥലം, മഞ്ഞക്കുറ്റി കൊണ്ടിടുകയാണ്. ആളുകൾ മഞ്ഞക്കുറ്റികൾ വലിച്ചൂരി റോഡിലെറിഞ്ഞു, കുറേ പേർ തോട്ടിലെറിഞ്ഞു, നദിയിലെറിഞ്ഞു. വലിയ സമരമാണ് നടന്നത്. എന്നിട്ട് മഞ്ഞക്കുറ്റി ഇട്ട ലാൻഡ് എന്ത് ചെയ്തു? അറ്റാച്ച് ചെയ്തു. ഗവൺമെൻറ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പം എന്താണ്? ആ ലാൻഡ് വിൽക്കാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല, കല്യാണം നടത്താൻ പറ്റില്ല, മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല, മാതാപിതാക്കൾക്ക് പിള്ളേർക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, കല്യാണത്തിന് ഷെയർ ചെയ്യാൻ കൊടുക്കാൻ പറ്റില്ല, ലോണിന് പ്ലിഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ വസ്തു പിന്നെ സർക്കാരിൻ്റെ ഒരു തീരുമാനം വരുന്നവരെ തൊടാൻ പറ്റത്തില്ല. ഇതൊരു ദുരന്തമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സങ്കടക്കടലായിരുന്നു. ആ സങ്കടക്കടൽ ഇന്ന് പരിശുദ്ധമായ ഒരു ഇടമാക്കി മാറ്റിയതിന് ഒരു ബിഗ് സല്യൂട്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ബാക്കിയൊക്കെ ഒരു അവിടെ പിന്നെ ക്ലിനിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് ഒരാൾ 5 ലക്ഷം രൂപ ഒരു വേണുവിന് കൊടുത്തു. അതൊക്കെ ഓക്കെ, അതൊക്കെ ഈ പ്രോസസ്സിൽ വരുന്ന പ്രക്രിയകളാണ്. അതെല്ലാം സമ്മതിച്ചു. പിന്നെ 100 ദിന പരിപാടി, അതെല്ലാം ശരിയാണ്. പിന്നെ സൗജന്യം. ഇത് വളരെ അട്രാക്ഷൻ തോന്നിയത് മാത്രമല്ല, അതെന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി അല്ല ആ പ്രോജക്റ്റ് എന്നുള്ളതാണ്. എക്കണോമിക്കലി വയബിളും അല്ല. അപ്പോൾ കോസ്റ്റ് വൈസ് അനാലിസിസ് നടത്തുമ്പോൾ വയബിൾ അല്ലാത്ത
എൻവയോൺമെൻ്റലി ഫീസിബിൾ അല്ലാത്ത, എൻവയോൺമെൻ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത മഞ്ഞക്കുറ്റികൾ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകർക്കും പരിസ്ഥിതി ആക്ടിവിസത്തിന് നടത്തുന്നവർക്കും പ്രൊഫഷണലുകൾക്കും ടെക്നോക്രാറ്റുകൾക്കും കേരളത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വലിയ സന്തോഷമായിരിക്കും. ഇതാണ് ഭരണം. ഒരു വലിയ സമൂഹത്തിന് വേണ്ടാത്തത്. അല്ലെങ്കിൽ ആരെങ്കിലും ആശങ്ക പറഞ്ഞാൽ, ഒരാളൊരു ആശങ്ക പറഞ്ഞാൽ, ഒരു എക്കണോമിസ്റ്റ് ഒരു ആശങ്ക പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ്റെ ഒരു ആശങ്ക പറഞ്ഞാൽ നിങ്ങൾ മിണ്ടരുത്. ഉരുൾപൊട്ടിയപ്പോൾ നിങ്ങൾ ആരോടെ പോകരുത്. പ്രളയമുണ്ടായാൽ നിങ്ങൾ പുറത്തിറങ്ങരുത്. ശാസ്ത്രജ്ഞന്മാരെ, സയൻറ്റിസ്റ്റുകളെ, ടെക്നോക്രാറ്റുകളെ നിങ്ങൾ പുറത്തിറങ്ങരുത്. നിങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അകത്ത് വച്ചേക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇത് പുറത്തു വേണമെന്നുണ്ടെങ്കിൽ സർക്കാരിൽ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന വളരെ വികലമായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള അപക്വമായ തീരുമാനങ്ങൾ എടുത്തൊരു ഗവൺമെൻറ് ആയിരുന്നു. അങ്ങനെ ആ അപക്വമായ തീരുമാനങ്ങളിൽ നിന്ന് പക്വമായ തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. കേരയിൽ ഉപേക്ഷിച്ചു. കേരയിലെ എടുത്ത വസ്തുക്കളെല്ലാം റീനോട്ടിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. കേരയിലെടുത്ത കേസുകളുണ്ട്. അത് കേസ് പിൻവലിക്കൽ എപ്പോഴും ഒരു മെരിറ്റ് ഉണ്ടല്ലോ. കാരണം വലിയ അക്രമം നടന്നെങ്കിൽ അത് ചിലപ്പോൾ കോടതിയിലൊക്കെ പോയാൽ ജാമ്യം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള കേസുകളുണ്ട്, ചെറിയ കേസുകളുണ്ട്, ഒത്തിരി കേസ്. അപ്പോൾ കേസിൻ്റെ മെരിറ്റ് അനുസരിച്ച് തീർച്ചയായിട്ടും കേസുകൾ പിൻവലിക്കാനും ആഭ്യന്തര വകുപ്പിന് ചുമതല നൽകി, നിർദ്ദേശം നൽകി. അപ്പോൾ മനോഹരമായ തീരുമാനമാണ് കേരളത്തിൽ. എന്നാൽ വികസനം വേണ്ടേ? വന്ദേ ഭാരത് വന്നു, ഇനിയും വലിയ ട്രെയിനുകൾ വരണം, ഇലക്ട്രിക്കലാക്കണം, ഉള്ളതിൻ്റെ വീതി കൂട്ടണം, പുതിയ ട്രെയിനുകൾ കൊണ്ടുവരണം, സിൽവർ ലൈൻ പോലെ ഗോൾഡൻ ലൈൻ വേണം എന്ന അഭിപ്രായക്കാരനാണ് ഞാനൊക്കെ. പക്ഷേ ഗോൾഡൻ ലൈൻ വേണമെന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാകണം, അത് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാകണം. കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും പ്രോജക്റ്റ് വരുമ്പോൾ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം കേൾക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുണ്ട്. നിങ്ങൾക്കറിയാവൂ, 1972 ആദ്യമായി സ്റ്റോക്ക്ഹോം സമ്മേളനം ചേരുന്നത് സ്വീഡനിലെ. ആ സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധി പൂർണ്ണസമയം പങ്കെടുത്തിരുന്നു. ജൂണിലാണ് നടന്നത്. അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത് ജൂൺ 5 എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. ലോക പരിസ്ഥിതി ദിനം വരാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് വളരെ കൃത്യമായി ഈ 72 ആ തീരുമാനത്തിന് 62 ഒരു തീരുമാനം ഉണ്ട്, അതിന് പിൻബലം. 62 റേച്ചൽ കഴ്സൺ ഒരു പുസ്തകം എഴുതി, സൈലന്റ് സ്പ്രിങ്, നിശബ്ദ വസന്തം. ആ പുസ്തകത്തിൽ അവർ ഒരു വനിതാ ശാസ്ത്രജ്ഞയായിരുന്നു. അവർ എഴുതി, അമേരിക്കയിൽ പക്ഷികൾ ചിലയ്ക്കുന്നില്ല, അവിടെ കിളികൾ പാടുന്നില്ല, അവിടെ വസന്തം പോയി, വസന്തം സൈലൻ്റ് ആയിപ്പോയി എന്നൊരു പുസ്തകം എഴുതി. വളരെ മനോഹരമായ പുസ്തകമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഒരു ലോകഭാഷയിലെല്ലാം വന്ന പുസ്തകമാണ്. ആ പുസ്തകം എഴുതിയപ്പോൾ നമ്മൾ മൂരാച്ചികളെന്നും ബൂർഷകളെന്നും സാമ്രാജ്യത്വവാദികളെന്നും മുദ്രകുത്തി എപ്പോഴും തെറി പറയുന്ന ട്രംപിൻ്റെ അമേരിക്കയിലെ അന്നത്തെ ഗവൺമെൻറ് ഈ റേച്ചൽ കഴ്സനെ വിളിച്ച് ഹിയറിംഗ് നടത്തി. എന്നിട്ട് അവർ തീരുമാനിച്ചു DDT നിരോധിച്ചു. വർഷങ്ങൾക്കും 1962 അമേരിക്കയിൽ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞ ഉയർത്തിയ ശബ്ദത്തിൻ്റെ പുറത്ത് DDT നിരോധിച്ച ആ അമേരിക്കൻ സാമ്രാജ്യത്വ ഗവൺമെൻറ്റിൻ്റെ എങ്കിലും ഒരു മാതൃക ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് എടുത്തില്ല എന്നുള്ളത് വളരെ വേദനയായിരുന്നു. പരിസ്ഥിതി പ്രവർത്തകർക്ക് വലിയ സങ്കടമുണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു. എന്തായാലും മഞ്ഞക്കുറ്റിയെല്ലാം വലിച്ചെറിഞ്ഞു. കുറ്റിയില്ല, അത് ആളുകൾ തന്നെ ആൾറെഡി വലിച്ചെറിഞ്ഞു. ഇതിൽ ബാക്കിയുള്ളത് കൂടി ഊരിക്കൊണ്ട് പോകും എന്നുള്ളത് വളരെ നല്ല കാര്യം. പിന്നെ തീർച്ചയായിട്ടും കേസെല്ലാം പിൻവലിക്കുക. അത് എനിക്ക് പറയാനുള്ളത്, എല്ലാ കേസും പിൻവലിക്കുക. അവർ എത്ര വയലൻ്റായിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എല്ലാ കേസും പിൻവലിക്കുക. ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണല്ലോ. കേസും പിൻവലിക്കുക. എന്തായാലും കേരളത്തിൽ വീണ്ടും നല്ല പൊതുഗതാഗതവും ട്രാൻസ്പോർട്ട് സംവിധാനവും റെയിൽവേ സംവിധാനവും എയർപോർട്ട് സംവിധാനവും എല്ലാം വരട്ടെ. അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ പരിസ്ഥിതിയെ മുച്ചൂട് മുടിക്കുന്ന, സാമ്പത്തികമായി വയബിൾ അല്ലാത്ത, ആരെങ്കിലും സംശയം ചോദിച്ചാൽ വീട്ടിൽ പോടാന്ന് പറയുന്ന, അല്ലെങ്കിൽ അവർ വികസന വിദ്രോഹികളാണെന്ന് പറയുന്ന സമീപനം ഈ ഗവൺമെൻറ്റിൽ ഉണ്ടാവില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മഞ്ഞക്കുറ്റിക്ക് ലാൽ സലാം.